ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 74-ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 73-ാം ഭരണഘടനാ ഭേദഗതി എന്താണെന്ന് നമുക്ക് നോക്കാം. 1992-ലാണ് 73-ാം ഭേദഗതി. ഈ സമയത്ത് പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. പഞ്ചായത്ത് രാജ് നിയമം എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് ഇത്. 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. 73-ാം ഭേദഗതി പ്രകാരം 11-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെ ഭരണഘടനയുടെ ഭാഗം 9 കൂട്ടിച്ചേർത്തു. ഇതൊക്കെയാണ് 73-ാം ഭേദഗതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. 74-ാം ഭേദഗതി എന്താണ്? 1992 പ്രധാനമന്ത്രി PV നരസിംഹറാവു, പ്രസിഡന്റ് ശങ്കർ ദയാൽ ശർമ്മ. നഗരപാലിക നിയമം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് 74-ാം ഭേദഗതി. ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. ഭാഗം 9A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ 243P മുതൽ 243ZG വരെ. 12-ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വരാൻ കാരണമായത് 74-ാം ഭരണഘടനാ ഭേദഗതിയാണ്. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി. 74-ാം ഭേദഗതി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി. 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 1ഉം 2ഉം. ത്രിതല ഭരണസമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം. ഇതൊക്കെയാണ് 73-ന്റെ പ്രത്യേകതകൾ.